അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ കുറച്ച് നിർണായകമായ വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പീറ്റർ നവേരോ ഈ ബ്രിക്സ് രാജ്യങ്ങളെ ഒട്ടാകെ വിളിച്ചിരിക്കുന്നത് വാമ്പയേഴ്സ് എന്നാണ്. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇന്ത്യയും കൂടെ പെടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ എടുത്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ ഇത്രയും കാലം ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് കൊള്ളയടിച്ച് സമ്പാദിച്ചുകൊണ്ടിരുന്ന ഇവരെ നമ്മൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കണം? ഈ ആഫ്രിക്കൻ റീജിയനിൽ പ്രത്യേകിച്ച് ബുർക്കിനോ ഫാസോ, നൈജർ, മാലി ഇതേപോലത്തെ ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് വന്ന ആ യുറേനിയം, ഗോൾഡ് ഇതൊക്കെ തന്നെ ഫ്രാൻസ് ത്രൂ യൂറോപ്പിലേക്ക് ഒഴുകിയതും യൂറോപ്പുമായിട്ട് കച്ചവടം നടത്തി അമേരിക്ക ലാഭം കൊയ്യുന്നതും എല്ലാം തന്നെ ഇവരെല്ലാം തന്നെ ഒറ്റ കക്ഷികളാണ് ഈ വിഷയത്തിൽ. ഇവരെ വേണമെങ്കിൽ നമുക്ക് ഒട്ടുണ്ണികൾ എന്ന് വിളിക്കാം. ആ രീതിയിലുള്ള ആൾക്കാരാണ് ഈ അമേരിക്ക, അതേപോലെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ. ഇവർക്ക് എന്ത് അവകാശമാണ് ഈ ബ്രിക്സ് രാജ്യങ്ങളെ, അതായത് അവർ സ്വയം അവരെക്കാളും താഴ്ന്ന നിലയിലിരിക്കുന്ന രാജ്യങ്ങളാണെന്ന് കരുതുന്ന രാജ്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ പൊട്ടൻഷ്യലി വെസ്റ്റേൺ രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ വെൽത്ത് ഉള്ള രാജ്യങ്ങളാണ് ഈ ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്ന രാജ്യങ്ങൾ. ഈ ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്ന രാജ്യങ്ങളെ ഇവർ മനുഷ്യന്മാരായിട്ടേ കരുതുന്നില്ല. അതാണ് ഈ രീതിയിൽ പീറ്റർ നെവേരയെ പോലത്തെ ആൾക്കാരൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് വെളിവാകുന്നത്. ഇത്രത്തോളം വർഗീയ ചേരിതിരിവ് മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഈ വെള്ളക്കാര സ്വഭാവം, ഇതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ ചാനലുകൾ ഇരുന്ന് കുഴലുത്ത് നടത്തുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ പ്രചരണം നടത്തുന്നതായിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിവേ, അത് അവരുടെ മാധ്യമ സ്വാതന്ത്ര്യ, ഫ്രീഡം, അവരെന്തെങ്കിലും നടത്തിക്കോട്ടെ. കാരണം ഇത് ഇന്ത്യ ആണല്ലോ. ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് പൊസിഷനാണ് എടുത്തത്. ആ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ. ഈ രണ്ട് ഓപ്ഷനിൽ ഇസ്രായേലുമായിട്ട് ഒരു ചർച്ച. ഇസ്രായേലിൻ്റെ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ ഇന്ത്യയിലുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യ അതിൻ്റെ അടുത്ത സൈഡിൽ നെക്സ്റ്റ് ലെവലിൽ വേറൊരു ചർച്ച നടത്തി. ആ ചർച്ച ഇറാനുമായിട്ടായിരുന്നു. ഇറാനുമായിട്ടൊരു ചർച്ച, ഇസ്രായേലുമായിട്ടൊരു ചർച്ച. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഡിപ്ലോമസി മനസ്സിലായല്ലോ. നമ്മൾ കൃത്യമായ ഡിപ്ലോമസിയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നത് പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ നടത്തുന്ന ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസ് ആണ്. അതിൽ പല വിഭവങ്ങളുണ്ടാവും. അതുപോലെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസിയിൽ നമ്മൾ ഇസ്രായേലിനോടും ഇറാനോടും നമ്മൾ ഒരുമിച്ച് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ ഇസ്രായേലിന് കൊടുത്ത ഓപ്ഷൻ, അതായത് അമേരിക്കയുടെ താരിഫ് ഇങ്ങനെ ഇന്ത്യയുടെ മേളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച ഒരു കോറിഡോർ ഉണ്ടായിരുന്നു, ഐമാക് കോറിഡോർ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. ഈ കോറിഡോർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് ഗുണം നേടാൻ പോകുന്നത് ഇസ്രായേലും മിഡിൽ ഈസ്റ്റും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യക്കുള്ളിൽ ഫാമിംഗ് നടത്തി, വൻതോതിൽ ഫാമിംഗ് നടത്തി ആ ഫാം പ്രോഡക്ട്സ് എല്ലാം തന്നെ മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലേക്കും മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ പദ്ധതി. ശരിക്കും ഈ ഐമാക് കോറിഡോറിൻ്റെ പുറകിൽ ഇസ്രായേൽ, ഇന്ത്യ, UAE ഈ മൂന്ന് രാജ്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്, ബേസിക്കലി ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ ട്രംപിൻ്റെ ഈ താരിഫ് നയം ഇതിനെതിരെയാണ്. നമ്മളുടെ ഇന്ത്യ, ഇസ്രായേൽ, UAE ആ ട്രേഡ് റൂട്ട് പദ്ധതി പൊളിയും എന്ന് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചു. അടുത്ത അതേസമയം ഇറാൻ്റെ അടുത്ത് നമ്മളൊരു കോറിഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് എക്കണോമിക് കോറിഡോർ. അത് മുംബൈ ടു ചബഹാർ പോർട്ട് ത്രൂ ഇറാൻ, അതുവഴി റഷ്യ വരെ പോകുന്ന ഒരു ട്രേഡ് റൂട്ടാണ്. അമേരിക്ക ഇതേ അവസ്ഥയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ INSTC കോറിഡോറുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകും. അതിന്റെ തുടക്കമായിട്ടാണ് ഇന്ത്യ ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും 2 ദിവസമായിട്ട് ചാബഹാർ പോർട്ടിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഈ വാർത്തകളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ജസ്റ്റ് സ്വപ്നം കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അമേരിക്ക 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയാൽ അമേരിക്ക, ഇരുന്നാൽ അമേരിക്ക, എണ്ണീറ്റാൽ അമേരിക്ക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അമേരിക്ക ഇല്ലാതെ അനങ്ങാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാവും ചിലപ്പോൾ. അമേരിക്കൻ പാരാലിസിസ് പിടിച്ചിരിക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് ഇവിടെ. ഏത് വലിയ ലോകശക്തിയാണെങ്കിലും ശരി തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പാർട്ട്നേഴ്സ്, ട്രേഡ് പാർട്ട്നേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമാവും. അത് അമേരിക്കയിൽ അതിന് ഗതി. പിന്നെ IT പാനിക്, ഇവിടെ ഒരു IT പാനിക്കും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു കമ്പനി പറയൂ, അമേരിക്കയിൽ നിന്നും ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾ എടുത്ത് പറയൂ, ട്രംപിന്റെ സംസാരം കേട്ടിട്ട് ഇന്ത്യക്കാരെ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ഔട്ട്സോഴ്സിംഗ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ന്യൂസ് നിങ്ങൾ എടുത്ത് നോക്കൂ. ഒരു ന്യൂസും കാണാൻ കഴിയില്ല. ഗ്രാജുവലി IT ഫീൽഡിൽ ഓരോ പ്രോജക്റ്റുകൾ തീരുമ്പോഴത്തേക്കും ആ വർക്ക് ഫിനിഷ് ആവും, പിന്നെ അടുത്ത വർക്ക് വരും. ഇത് തന്നെയാണ് ഈ IT കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലുള്ള ഔട്ട്സോഴ്സിംഗ് എടുത്ത് ചെയ്യുന്ന ഇന്ത്യയിലുള്ള IT കമ്പനികൾ ഒന്നും തന്നെ ഒരു കമ്പനിക്ക് മാത്രമല്ല ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐഫുഡ് എന്ന് പറഞ്ഞ കമ്പനി ബ്രസീലിലുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഇപ്പം ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി അമേരിക്കയിലുള്ള കമ്പനിയാണ്. നമ്മൾ ഇതുപോലുള്ള ഓരോ കമ്പനികൾക്ക് വേണ്ടിയിട്ടും ഇന്ത്യക്കുള്ളിൽ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഒരു കമ്പനിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല ഇവിടെ ഔട്ട്സോഴ്സിംഗ് വർക്ക് നടക്കുന്നത്. ഇതേ അമേരിക്കൻ കമ്പനികൾ തന്നെ അവരുടെ മറ്റുള്ള ബ്രാഞ്ചുകളിൽ നിന്നും വർക്ക് ഡൈവേർട്ട് ചെയ്യും ഇന്ത്യക്കുള്ളിൽ. കാരണം ഇത്രയും സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരെ ഈ കുറഞ്ഞ ശമ്പളത്തിന് അവർക്ക് കിട്ടത്തില്ല, അവൈലബിൾ അല്ല. ഇതൊന്നും മനസ്സിലാക്കാതെ IT ഹബ്ബുകളിൽ ഭയങ്കര പാനിക്കായി എന്നൊക്കെ ആൾക്കാർ സ്വന്തം സ്വപ്നം കണ്ട് പറയുകയാണ്. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇവിടെ ഒരു IT കമ്പനി പോലും ഇവിടെ പാനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ബാംഗ്ലൂരിലായാലും ശരി തന്നെ, ചെന്നൈയിലായാലും ശരി തന്നെ, ട്രിവാൻഡ്രത്തായാലും ശരി തന്നെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇറാനുമായിട്ടുള്ള ചർച്ച, ഇസ്രായേലുമായിട്ടുള്ള ചർച്ച,
അപ്പോൾ ഇന്ത്യ ഇസ്രായേലിനെ ധരിപ്പിച്ചതാണ്. അതായത് ഞങ്ങൾക്ക് ട്രംപിന്റെ ഈ ഒരു പ്രഷർ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പക്ഷേ ഇറാന്റെ ഉള്ളിലുള്ള ഇറാന്റെ INSTC എന്ന് പറഞ്ഞ ആ കോറിഡോറിലോട്ട് ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ബിസായൽ സ്മൂട്രിച്ച് വളരെ വ്യക്തമായിട്ടൊരു ഉറപ്പാണ് തന്നത്. ഇന്ത്യ, ഇസ്രായേൽ, അമേരിക്ക ശക്തമായി മുന്നോട്ട് പോകണം. അതിന് ഏത് അറ്റം വരെയും പോയിട്ട് അമേരിക്കയെ കൺവിൻസ് ചെയ്ത് ഇന്ത്യയുമായിട്ടുള്ള നെഗോസിയേഷന് ഞാൻ ഡോർ തുറക്കും എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അവർ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് ചുമ്മാ ഞാൻ വെറുതെ എണ്ണീറ്റിരുന്ന് പറയുന്നില്ല കേട്ടോ, ഇതൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്, ഡോക്യുമെന്റഡ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വ്യക്തമായിട്ട് അമേരിക്കയിൽ പ്രഷർ ഇട്ട്, ഇന്ത്യ ശരിക്കും നല്ല രീതിയിലുള്ള പ്രഷർ ഇട്ടാണ് അമേരിക്കയെ മുട്ടുകുത്തിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക അത്ര ബോൾഡ് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ മുതിർന്ന എക്സ്പീരിയൻസ്ഡ് അഡ്വൈസർ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എവിടെ പോയാലും ഇന്ത്യയെ തരം താഴ്ത്താൻ കിട്ടുന്ന അവസരമായിട്ട് കണ്ടുകൊണ്ട് പല പല സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യക്കെതിരെ പറയുന്നത്? ഇന്ത്യ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അമേരിക്കക്കെതിരെ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. വി ജസ്റ്റ് ഫോളോ ദ ഡിപ്ലോമാറ്റിക് പോളിസീസ് വെരി വെൽ. എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടാണ് ഇന്ത്യ പെരുമാറിയിട്ടുള്ളത്. ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിലാണ് നമ്മൾ സംസാരിച്ചത്. നമ്മൾ ചൈന എടുത്ത് പോയി കൈ കൊടുത്തത് നമ്മളുടെ ഡിപ്ലോമസിയാണ്. ആ ഡിപ്ലോമസി കണ്ട് വിരളി പിടിച്ച് വിരളി പൂണ്ട് പല പല സ്റ്റേറ്റ്മെന്റുകളും മാറ്റി മറിച്ചും തിരിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയാണ്. നമ്മളല്ല പാനിക്. ശരിക്കും അമേരിക്കയാണ് പാനിക്. അമേരിക്ക പാനിക് ആവാനുള്ള കാരണമുണ്ട്. അവന്റെ കറൻസിക്കാണ് വാല്യൂ. ഇടിഞ്ഞു വീണാൽ അവന്റെ കറൻസിയാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്നത്. നമ്മളുടെ കറൻസി അസ് ലോങ് എസ് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. കാരണം ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഗ്ലോബൽ കമ്പനികൾ ഇവിടെ വന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് വേറെ ഒരുപാട് മാർക്കറ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളുടെ കറൻസി മൂല്യം ഉയർന്നു പോകുന്നെങ്കിൽ നമ്മൾക്ക് കോമ്പറ്റീറ്റർ ആയിട്ട് വരാൻ പോകുന്ന മാർക്കറ്റാണ് ഗൾഫ് മാർക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഏരിയ. മിഡിൽ ഈസ്റ്റിൽ അബുദാബിയൊക്കെ 1.2 ബില്യൺ ചെലവാക്കിക്കൊണ്ട് ലിഥിയം പ്രോസസിംഗ് ഫാക്ടറിയൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ ഫോസിൽ ഫ്യൂവൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, വരുന്ന 10 മുതൽ 15 വർഷത്തിനകത്ത് ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങും. ഈ ഫോസിൽ ഫ്യൂവലിനുള്ള ആ ഒരു ഇൻകം എന്നുള്ളത് നിലയ്ക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ന് അമേരിക്ക ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിനെ വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഈ ട്രംപ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവലിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, പ്ലാസ്റ്റിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, കാർബൺ എമിഷനെ ഒരു മൈൻഡും ചെയ്യാത്ത വ്യക്തിയാണ്, പല ക്ലൈമറ്റ് ചേഞ്ച് ഫോറത്തിലും പങ്കെടുക്കാൻ ഒരു താല്പര്യം കാണിക്കാത്ത വ്യക്തിയാണ്. ഇതൊക്കെ സയന്റിഫിക്കലി റോങ് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാനാണോ ശ്രമിക്കുന്നത്? ഇറ്റ് മീൻസ് ട്രംപിന്റെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ബിസിനസ് ഇത് മാത്രമാണ് പുള്ളി ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫോർകാസ്റ്റിംഗ് ഇല്ല. ഈ നയാറ എന്ന് പറഞ്ഞ ഈ ഒരു ഓയിൽ റിഫൈനറി എത്ര ഫ്യൂച്ചർ ഉണ്ട് അതിന്? മാക്സിമം കഷ്ടിച്ച് പോയാൽ ഒരു 20 to 25 years അത്രേ ഉള്ളൂ. അതും ഈ ഒരു പെട്രോളിയം പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെട്രോളിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് കൊണ്ട് കുറേ കോസ്മെറ്റിക്സ് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലുമൊക്കെ റിഫൈനറികൾ പ്രവർത്തിച്ചാലായി. കാരണം ഗ്രീൻ എനർജി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോസിൽ ഫ്യൂൽ സിസ്റ്റം ഒക്കെ തീരുകയാണ്. നയാറ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഫോസിൽ ഫ്യൂൽ റിഫൈൻ ചെയ്യുന്ന ഏത് രാജ്യം ആയിക്കോട്ടെ, അവർക്കൊക്കെ ഇതാണ് അവസ്ഥ. ഇതുപോലത്തെ ഓയിൽ റിഫൈനറികളൊക്കെ വലിയ വലിയ ജൈന്റ് കമ്പനികൾക്ക് നടത്താൻ പറ്റൂ, ചെറുകിട കമ്പനികൾക്കൊന്നും നടത്താൻ പറ്റില്ല. ആ രീതിയിലാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടും ട്രംപിന് കൊണ്ടത് കഴിയുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ മേലിലുള്ള വിശ്വാസം യൂറോപ്യൻസിനൊക്കെ നഷ്ടപ്പെട്ടു. ഉക്രൈൻ വരെ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ വെനിസുലയുടെ മേലിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് ഫോക്കസും അമേരിക്കയ്ക്കുള്ളത്. എന്താണ് കാരണം? ഇപ്പോഴാണോ പുതുതായിട്ട് ഈ ഒരു ഡ്രഗ് കാർട്ടലിനെ കുറിച്ച് അറിയുന്നത് അമേരിക്ക? ഇല്ലല്ലോ. വെനിസുലയുടെ വാതിലിൽ യുദ്ധക്കപ്പലുകളുമായിട്ട് പോയി നിൽക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് യൂറോപ്പിനെ ഒന്ന് നോക്കണം. ഈ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എനർജിക്ക് വേണ്ടിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളെ കൊള്ളയടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് യൂറോപ്പ്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. അതിൽ ഏറ്റവും മുൻനിരയിലുള്ള രാജ്യമാണ് ഫ്രാൻസ്, പിന്നെ ബ്രിട്ടൻ, ജർമ്മനി. ഇവരെല്ലാം തന്നെ ഉണ്ട് ഇതിനകത്ത്. എല്ലാം കൂട്ടുകള്ളന്മാരാണ്. ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിയോ കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 4 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 4 വീഡിയോ കാണാൻ കഴിയും. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലരും ഇപ്പോഴും വന്നിട്ട് ബുർക്കിന ഫാസോയെ കുറിച്ച് വീഡിയോ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. ബുർക്കിന ഫാസോയെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ 7-8 മാസങ്ങൾക്ക് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും എന്താണ്, ആഫ്രിക്കൻ മേഖലയിൽ നിന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബുർക്കിനോ ഫാസോ ആയിക്കോട്ടെ, മാലി ആയിക്കോട്ടെ, നൈജർ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ അടിച്ച് പുറത്താക്കി. അവിടെ ബുർക്കിനോ ഫാസോയിൽ ഫ്രാൻസിന്റെ എംബസി തന്നെ പൂട്ടേണ്ട അവസ്ഥയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇബ്രാഹിം ട്രാവോർ എന്ന് പറഞ്ഞൊരു പുതിയ നേതാവ് അവിടെ വന്നതിനെ തുടർന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനമായത്. സൗദി അറേബ്യ അവിടെ പോയിട്ട് ഞാൻ ഇവിടെ 100-150 മോസ്ക് പണിത് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇബ്രാഹിം ട്രാവോറെ പറഞ്ഞത് ഇവിടെ മോസ്ക് വേണ്ട, ഇവിടെ ഞങ്ങളുടെ ജനങ്ങൾക്ക് ആവശ്യം സ്കൂളുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റുമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ മോസ്കുകൾ വേണ്ട, ഇവിടെ ഇനഫ് മോസ്ക് ഉണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു എനർജി സോഴ്സ് അവർ അന്വേഷിക്കുന്നുണ്ട്. അത് നമ്പർ 1 മാറ്റർ. ഇനി രണ്ടാമത്, ഇന്നലെ ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം, ഒന്ന് കേട്ടോളൂ. ഇതെല്ലാം തന്നെ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ആരെങ്കിലും ആയിക്കോട്ടെ ഒരു വാർത്ത പറയുമ്പോഴത്തേക്കും അതിനെ കൃത്യമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തന്നെ നമ്മൾ
കോൺട്രാഡിക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫാക്റ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. ഇവിടെ വാർത്ത പലരും പറയുന്നത് ഇന്ത്യ മണ്ടത്തരമാണ്, പൊട്ടത്തരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയെ എത്രത്തോളം തറയാക്കാൻ പറ്റും അത്രത്തോളം തറയാക്കുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും പിന്നീട് ഇന്ത്യ യു ടേൺ അടിച്ചു, ഇന്ത്യ മൊത്തത്തിൽ തിരിഞ്ഞു. ഞാൻ ട്രംപ് യു ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ട വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയാണോ യു ടേൺ അടിക്കുന്നത്, ട്രംപാണോ യു ടേൺ അടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപ് യു ടേൺ അടിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതിന്റെ സൂചനയായിട്ടാണ് പുള്ളിക്കാരൻ ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നുള്ള നിലയിലുള്ള ട്വീറ്റൊക്കെ ഇട്ടിരുന്നത്. അതിനെ റെസിപ്രോക്ക് ചെയ്ത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അതേ സെയിം ടോണിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ അല്ല ട്രൂത്ത് പോസ്റ്റ് ചെയ്യുന്നത് ട്രംപാണ്. ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഇസ്രായേലിന്റെ ഇടപെടൽ. അതും കൂടി നമ്മളിവിടെ സൂചിപ്പിക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇറാന്റെ സൈഡിലുള്ള കോറിഡോർ നമ്മൾ ശക്തിപ്പെടുത്തും, അതിലൂടെ യൂറോപ്പ് മൊത്തത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ആ സമയത്ത് ഇവിടെ സ്കിപ്പാകുന്നത് മിഡിൽ ഈസ്റ്റിനും ഇസ്രായേലിനും INSTC കോറിഡോർ ശക്തിപ്പെടും, പക്ഷേ ഐമാക് നശിക്കും. ഇപ്പോൾ ഈ I2U2 എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൽ ഈ ഐമാക് കോറിഡോറിന് വളരെ പ്രാധാന്യമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് ശക്തിപ്പെട്ടാൽ മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഗുണം ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനൊക്കെ ഉള്ളൂ. മിഡിൽ ഈസ്റ്റ് മീൻസ് പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ, ജോർദാൻ, ഈ രാജ്യങ്ങളാണ് ഇതിനകത്ത് ഇടയിൽ കിടക്കുന്നത്. ഇവർക്കൊക്കെ വൻ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഇന്ത്യ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന്റെ ആ പ്രഷറിന്റെ ഫലമായിട്ടാണ് ട്രംപ് ഈ ട്വീറ്റ് ഇട്ടിരിക്കുന്നത്. I am pleased to announce that India and the United States of America are continuing negotiations to address the trade barriers between our two nations. I look forward to speaking with my very good friend, Prime Minister Modi, in the upcoming weeks. I feel certain that there will be no difficulty in coming to a successful conclusion for both of our great countries. ഇത് ഡൊണാൾഡ് ജെ ട്രംപ് എഴുതിയ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ഇതുപോലെ ഇന്ത്യ എവിടെയെങ്കിലും എഴുതി കുറിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് തപ്പി നോക്കണം നിങ്ങൾ. കാരണം ഇത് ഇന്ത്യയാണ് യു ടേൺ അടിച്ചത്, ഇന്ത്യയാണ് കാല് പിടിച്ചത് എന്നുള്ള രീതിയിലാണ് മറ്റുള്ള പലരും ഇവിടെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അമേരിക്ക വലിയ ആനയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ആന ഒരിക്കലും ബോ ഡൗൺ ചെയ്യില്ല. മറിച്ച് നമ്മളെപ്പോഴും സ്വന്തം രാജ്യത്ത് ജീവിക്കുന്ന അവന് തന്നെ ഒരു പ്രൗഡില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും നമ്മളുടെ രാജ്യം നന്നാവണം. ഇങ്ങനെ അത് സത്യം പറയുന്നു എന്നുള്ള പേരിൽ സത്യം പറയുന്നത് ഒരു വിഷയം. ട്രൂത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ട്രൂത്ത് നിങ്ങൾക്ക് വളരെ നേരെ ചൊവ്വയും പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അബ്യൂസ് ചെയ്തുകൊണ്ടും പറയാം. പക്ഷെ ഇവിടെ ചിലർ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള പേരിൽ ഇന്ത്യയെ അബ്യൂസ് ചെയ്യാണ്, അതിലൂടെ ഇന്ത്യക്കാരെ അബ്യൂസ് ചെയ്യാണ്. ഈ ലോകത്ത് ഒരു രാജ്യത്തുള്ള ആൾക്കാരും പെർഫെക്റ്റ് അല്ല. അമേരിക്കയിലും ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ചില ആൾക്കാരിൽ നിന്ന് തള്ളുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമേരിക്കയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന്. പല രാജ്യങ്ങളിലുമുണ്ട്, യൂറോപ്പിലുമുണ്ട്. യൂറോപ്പിൽ ചിലപ്പം ചില ഗിറ്റാറൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, ആൾക്കാരൊന്ന് പൈസ ഇട്ടിട്ട് പോകും. അൾട്ടിമേറ്റ്ലി സംഭവം എന്താണ്? ഭിക്ഷാടനമാണ്. ഇന്ത്യ മാത്രമാണ് ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് ഇഴയുന്ന കണക്കും മറ്റുള്ള രാജ്യങ്ങളൊക്കെ എന്തോ ഭയങ്കര കോടീശ്വരന്മാരാണെന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുക്കുന്നത്. അതൊക്കെ അവരുടെ അജണ്ടയാണ്. ഓക്കെ, ഇപ്പൊ പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ എഴുതിയതിന്റെ കാരണം എന്താണ്? ഒരു സൈഡിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഇന്ത്യ നടത്തിയ ഒരു ഡിപ്ലോമാറ്റിക് ചർച്ച, അതിൽ ഇസ്രായേലിന് ഒരു വേക്കപ്പ് കോൾ കിട്ടിയിട്ടുണ്ട്. ആ വേക്കപ്പ് കോൾ കൃത്യമായിട്ട് ട്രംപിന്റെ ഓഫീസിൽ റിഫ്ലക്ട് ചെയ്യും, ഉറപ്പാണ്. അതൊരു സൈഡിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ വെക്കാം. ഇനിയിപ്പം റഷ്യൻ ഓയിൽ ഇപ്പോൾ ഇന്ത്യ മേടിക്കുന്നില്ലേ? ഇപ്പൊ ഇന്നലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ 2 ബില്യൺ ബാരൽ നമുക്ക് വന്നത് UAE-യിൽ നിന്നും നൈജീരിയയിൽ നിന്നുമാണ്. 2 മില്യൺ ബാരൽ. ഈ 2 മില്യൺ ബാരലും നമ്മൾ എവിടെ നിന്നാണ് കുറച്ചത്? നമുക്കൊരു ആവശ്യം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എണ്ണ മേടിക്കുന്നത്. ഈ 2 മില്യൺ ബാരൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഓർഡറിൽ നിന്നാണ് നമ്മൾ കുറച്ചത്. ആ പർച്ചേസ് ഓർഡറിൽ നിന്ന് ഞങ്ങൾക്ക് 2 മില്യൺ അമേരിക്കയിൽ നിന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. എന്തേ നമ്മുടെ റഷ്യയുടെ ഓർഡറിൽ ഈ ഒരു കുറവ് രേഖപ്പെടുത്തിയില്ല? നമ്മൾ അത്രയും പേടിച്ചിരിക്കുന്ന രാജ്യമാണെങ്കിൽ നമ്മൾ റഷ്യ എടുത്ത് ഓയിൽ അങ്ങ് നിർത്തിയാൽ പോരെ? റഷ്യൻ ഓയിൽ നമ്മൾ ഇപ്പോഴും നിർത്താത്തത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു ആൻസറും തരാതെയാണ് ഇന്ത്യ കാല് പിടിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം ബ്ലണ്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പേഴ്സണൽ ഇൻട്രസ്റ്റ്, അവർ ഏതൊക്കെ പാർട്ടികൾ നിൽക്കുന്നു അതനുസരിച്ചുള്ള കമന്റുകൾ ഇടാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഓപ്പൺലി എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ് വിഷയം. ഇനിയിപ്പോൾ അമേരിക്ക വേറൊരു സൈഡിലൂടെ പ്രഷർ ഇടാൻ ശ്രമിച്ചു. അമേരിക്ക ഇന്ത്യക്ക് വേറൊരു തരത്തിൽ പ്രഷർ തരാൻ ശ്രമിച്ചു. എന്താണ് ആ പ്രഷർ? യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് 100% ഇന്ത്യക്ക് മേളിലും റഷ്യക്ക് മേളിലും ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് സാങ്ഷൻ ഏർപ്പെടുത്താനാണ് ഒരു പ്രഷർ ഇട്ടത്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അത് ചെയ്തില്ല. അമേരിക്കയെ അത്രമാത്രം റെസ്പെക്റ്റോട് കൂടി കാണുന്ന രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. വേറെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ആയിരുന്നുണ്ടെങ്കിൽ അമേരിക്ക പറഞ്ഞ ആ മൊമെന്റിൽ യൂറോപ്യൻസ് അത് നടപ്പിലാക്കുമായിരുന്നു. ഇവിടെ എന്തുകൊണ്ട് ട്രംപ് പറഞ്ഞിട്ട് നടപ്പിലാക്കിയില്ല? കാരണം ട്രംപിന്റെ പോളിസി യൂറോപ്പിൽ മുഴുവനായിട്ട് പരാജയമാണ്. ഇത് നമ്മൾ ആവർത്തിച്ച് പറയാണ്. യൂറോപ്പ് പറഞ്ഞു, മറുപടി പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിലുള്ള ട്രേഡ് ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്
ജർമ്മനിയുടെ റെപ്രസെന്റേറ്റീവ് വരെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയന്റെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എനർജി നീഡ് ഉണ്ട്. ഈ എനർജി നീഡ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്, റിഫൈൻഡ് ഓയിൽ തന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. ഇനി ഞങ്ങൾ ഈ ഒരു ഇന്ത്യയുടെ ഓയിൽ നിങ്ങൾ നിർത്തിയിട്ട് ഈ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വില കൂടുന്നുണ്ട്. അമേരിക്ക ഞങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ നിന്നും വേരിയേഷൻ വരുത്തിക്കൊണ്ട് വിലക്കുറവ് രേഖപ്പെടുത്തി ഇന്ത്യ തരുന്ന അതേ പ്രൈസിൽ തന്നാലും മതി. ആ മൊമെന്റിൽ ഞങ്ങൾ ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഇടാം. അമേരിക്കയ്ക്ക് അത് സാധിക്കില്ല. ഇവിടെയാണ് പരാജയപ്പെടുന്നത്. ഇനി ഇന്ത്യ ഈ ഒരു ഓയിൽ മേടിക്കുന്നില്ല, റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് സപ്ലൈ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ്റെ യുദ്ധം അവിടെ നിൽക്കും. റഷ്യ അറ്റാക്ക് ചെയ്ത് നിർത്തും എന്നുള്ളൊരു ഫേക്ക് നെറേറ്റീവാണ് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റഷ്യ അറ്റാക്ക് ചെയ്ത് നിർത്തൂല. കാരണം യുദ്ധങ്ങൾ എപ്പോഴും നടക്കുന്നത് ചില മോട്ടിവേഷനിലാണ്. അവർക്ക് അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തൽപരകക്ഷികളായിട്ടുള്ള രാജ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇറാനും ചൈനയും റഷ്യ പൈസ കൊടുത്താൽ മാത്രമേ ഡ്രോൺ സപ്ലൈ നടത്തുന്നു? ഒരിക്കലുമില്ല. പൈസ കൊടുത്താലും ഇല്ലെങ്കിലും ഇറാനും ചൈനയും ഡ്രോൺ സപ്ലൈ ചെയ്യും. നോർത്ത് കൊറിയ സിംഗിൾ പൈസ വേണ്ട, ഞാൻ മിസൈൽ വേണമെങ്കിൽ കൊണ്ടുതരാമെന്ന് പറയും. അതായത് യുദ്ധം ചെയ്യിപ്പിക്കാൻ സ്വന്തം രാജ്യത്തിന്റെ പൗരന്മാരെ കൊടുത്തയക്കുന്ന നോർത്ത് കൊറിയ പുടിന്റെ അടുത്ത് നീ പൈസ അയച്ചാന്ന് പറയുമോ? ഒരിക്കലുമില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മണി ഒരു ഫാക്ടറേ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പലരും ഭയങ്കര വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് വാർത്താ മാധ്യമങ്ങളിൽ ഇരുന്ന് തള്ളുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മണി ഒരു ഫാക്ട് അല്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം മണി ഫാക്ട് ആണ്. കാരണം മണിയുടെ കണക്ക് പറയുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കയാണ്. മറ്റേ സൈഡ് ഉണ്ടല്ലോ ഇറാൻ, നോർത്ത് കൊറിയ, ചൈന, അവർ മണിയുടെ കണക്കല്ല നോക്കുന്നത്. വെനിസുല അയച്ചു കൊടുക്കും പൈസ റഷ്യക്ക്. ചെറിയ കാര്യമല്ല. ആ രീതിയിൽ റഷ്യയെ വളരെ ചെറുതായിട്ട് കണ്ടുകൊണ്ടാണ് ആൾക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെയല്ല. അപ്പം നമ്മൾ വീണ്ടും മടങ്ങി യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് ഇങ്ങനത്തെ മറുപടിയാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് മനസ്സിലായി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് മേലിൽ ഉപരോധം കൊണ്ടുവരാൻ പോകുന്നില്ല, 100% താരിഫോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി. ഇന്ത്യയുടെ മാർക്കറ്റ് തകർക്കാൻ കഴിയില്ല എന്നുള്ളത് ട്രംപിന് ഉത്തമ ബോധ്യം വന്നു. എന്നാൽ ഒരു സൈഡിൽ ട്രംപിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റേബിൾ അല്ല, വോളട്ടൈലാണ്, ഡോളറിന്റെ വാല്യൂവിനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും വിചാരിച്ച കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. പകരം അമേരിക്കൻസിന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ ഖജനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഒരു ഗുണവും ഒരു മെച്ചവും ഉണ്ടാകുന്നില്ല. അതിലുപരിയായിട്ട് കുറെ രാജ്യങ്ങൾ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങളെ സ്പീഡപ്പ് ചെയ്യുന്നു. ഇനി ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ബ്രിക്സിൽ ജയശങ്കർ എന്തിനാണ് പോയത്, ബ്രിക്സിന് എന്തുകൊണ്ട് മോദി പോയില്ല, ഇതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അതിന് വേറെ വിശദമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ബ്രിക്സിൽ നമ്മൾ എന്താണ് സംസാരിച്ചത്, അതിന് വേറൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ബ്രിക്സ് പേയെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ ബ്രിക്സ് കറൻസി അല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ നിലപാടും ബ്രസീലിന്റെ നിലപാടും എന്താണെന്നുള്ള വിർച്വൽ മീറ്റിംഗ് നടക്കുന്നതിന്റെ 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 84 ട്രില്യന്റെ ട്രാൻസാക്ഷൻ എന്നുള്ളൊരു തമ്പനയിലാണ് അതിന് കിടക്കുന്നത്. ബ്രിക്സിൽ നിന്നും ഇന്ത്യ ഒരിക്കലും പുറത്തു പോകത്തില്ല. ബ്രിക്സ് ഒരിക്കലും ഇനാക്റ്റീവ് ആവില്ല. അത് വെസ്റ്റേൺ കൺട്രീസിനെ പൂട്ടാനുള്ള, തളയ്ക്കാനുള്ള, കൃത്യമായിട്ട് പകരത്തിന് പകരം ചുട്ട മറുപടി കൊടുക്കാനുള്ള ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശക്തമായ ഒരു പവർ പോയിന്റ് ആണ് ബ്രിക്സ്. അത് ഗ്ലോബൽ സൗത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കൂട്ടായ്മയായിട്ട് നിന്നാൽ മാത്രമേ ഈ വെസ്റ്റേൺ അഥവാ ഈ അമേരിക്കൻ ആധിപത്യം, ഈ ഏകാധിപതി സ്വഭാവമുള്ള ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടു നടക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ചേർത്ത് നിൽക്കാനുള്ള, വെസ്റ്റേൺ രാജ്യങ്ങൾ അവരെക്കാളും താഴെക്കടയിൽ കിടക്കുന്ന ആൾക്കാരെന്ന് കരുതപ്പെടുന്ന, അവരങ്ങനെ ഇമാജിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നിരവധി സോഴ്സുകളുള്ള, ഇനിയുള്ള കാലത്ത് റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള ലോകത്തെ നയിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഗ്ലോബൽ സൗത്ത്. റിസോഴ്സുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന രാജ്യങ്ങളാണ് ഗ്ലോബൽ സൗത്ത്. അതിന്റെ കൂട്ടായ്മയുടെ പേരാണ് ബ്രിക്സ്. വെസ്റ്റിന് എതിരല്ല, പക്ഷേ ഡോമിനേഷൻ അത് പാടില്ല, ഡിക്റ്റേറ്റർഷിപ്പ് പാടില്ല. അത് ഏത് രൂപേണ വന്നാലും നമ്മൾ ശക്തമായി അതിനെതിരെ പ്രതികരിക്കണം. യൂറോപ്പ് പറഞ്ഞത് വരുന്ന സെപ്റ്റംബർ 10 മുതൽ 14 തീയതി വരെ 4 ദിവസം യൂറോപ്പിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, യൂറോപ്യൻ യൂണിയന്റെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യ വിസിറ്റ് ചെയ്യാണ്. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് വരുന്നത്. അതായത് ഇന്ത്യയുമായിട്ട് ദീർഘകാല ബന്ധത്തിനെ കുറിച്ചുള്ള ചർച്ച അത് നടത്താനാണ് വരുന്നത്. എന്നിട്ടാണ് ഇന്ത്യക്കുള്ളിൽ ചില മാധ്യമങ്ങൾ പറയുന്നത്, അത് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യക്കെതിരെ 100% താരിഫ് ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ അങ്ങ് പേടിച്ചു, വരണ്ടു, ഇന്ത്യ പോയി കാല് പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. വി ആർ സ്റ്റിൽ ബൈങ് റഷ്യൻ ഓയിൽ. വി കട്ട് ഓഫ് അമേരിക്കൻ ഓയിൽ ഇമ്പോർട്ട് ബട്ട് നോട്ട് ഫ്രം റഷ്യ. അപ്പൊ അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം ഈ രീതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് താൽക്കാലികമായിട്ട് എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് തിരയുന്നത് അമേരിക്ക. അപ്പം അങ്ങനെയാണെങ്കിൽ റഷ്യൻ ഓയിൽ നിർത്തിക്കഴിഞ്ഞാൽ യൂറോപ്പ് എനർജി റിസോഴ്സിനെ കാരണം കാണിച്ചാണ് ഇന്ത്യക്ക് മുകളിൽ താരിഫ് ഇടാൻ പറ്റില്ല, ഈ റഷ്യക്ക് മുകളിൽ സാങ്ഷൻ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നിലപാടെടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് റഷ്യൻ ഓയിലിന്. അപ്പോൾ ഈ ഒരു എണ്ണ ഒരു തലവേദന ആയതുകൊണ്ട് തന്നെയാണ് അടുത്ത ഒരു 4 വർഷത്തിനുള്ളിൽ, അതായത് യൂറോപ്പിന്റെ മൊത്തം എനർജി നീഡും വെനിസ്വലയെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് വെനിസ്വലയുടെ വാതിലിൽ യുദ്ധക്കപ്പലുമായിട്ട് പോയി നിൽക്കുന്നത് അമേരിക്ക. ഇതാണ് അമേരിക്കയുടെ നിലവിലത്തെ ഇപ്പോഴത്തെ ഡിപ്ലോമസി. അതായത് ഇനിയും ഈ യുദ്ധം നീണ്ടു പോകുന്നു. അങ്ങനെയാണെങ്കിൽ
റഷ്യയുടെ എനർജിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് മാർക്കറ്റിൽ. കാരണം റഷ്യയുടെ എനർജി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ വില കുതിച്ചുയരും. $180 മുതൽ $200 വരെ ബാരലിന് കൊടുക്കേണ്ടി വരും. ഇതാണ് റിയാലിറ്റി. ഇത് ഒരുവിധപ്പെട്ട ഗ്ലോബൽ സൗത്തിൽ കിടക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഈ ഒരു വിലയെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഈ നിലപാടെടുത്തിരിക്കുന്നത്. ഇത് അമേരിക്ക ശരിക്കും റഷ്യൻ ഓയിലിന് സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ആഗോളതലത്തിൽ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് വെനിസുലയുടെ മൂട്ടിൽ പോയി നിൽക്കുന്നത്. ഇപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനസ്സിലായല്ലോ വെനിസുലയിൽ എന്തിനാണ് പോയി നിൽക്കുന്നത് എന്നുള്ളത്. മരുന്ന് കച്ചവടമൊക്കെ ഒരു സൈഡിലുണ്ട്, അതിപ്പോഴല്ല പണ്ടോട്ടേ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഒരു തിരിച്ചറിവ് വന്നത് ഈ എനർജി നീഡാണ്. കാരണം ഏറ്റവും കൂടുതൽ ഓയിൽ മാർക്കറ്റിൽ വേണം, അത് അമേരിക്ക ത്രൂ തന്നെ വേണം. ഇതാണ് ഡിക്റ്റേറ്റർഷിപ്പ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ കൊളോണിയൽ സ്വഭാവം. ആരാണ് രക്തമൂറ്റുന്ന വാമ്പയർ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് ഈ പിക്ചർ വരച്ച് കാട്ടാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.